ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ലാത്തൊരു സംഗതിയാണിത്. ഈ വോട്ടില്ല എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ എല്ലാവർക്കും വോട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ബാധ്യത CPM-ൻ്റെതല്ല. സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തൻ്റെ വോട്ടർ പട്ടിക പരിശോധിച്ച് എനിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ സാധാരണ ഒരു സാമാന്യ ഒരു പൊതുപ്രവർത്തകൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വോട്ടർ പട്ടിക നിങ്ങൾ കാണേണ്ടത് 3 തവണ വോട്ട് ചേർത്താനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ വിനു രാഷ്ട്രീയക്കാരനാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വിനുവിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിനുവിൻ്റെ വോട്ട് നോക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യത ഉണ്ടല്ലോ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ബാധ്യത ഉണ്ടല്ലോ. അതൊന്നും നോക്കാതെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നിട്ട് ഇപ്പോൾ സർക്കാരിനെയും വോട്ട് ചേർത്തിയ അതിൻ്റെ അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? ഇവിടെ നിലനിൽക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വോട്ടർ പട്ടിക പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയില്ലേ? ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല. ഇനി കോൺഗ്രസ്സിന് അതുമാത്രമാണ്. ഇപ്പോൾ 19-ാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവർ വോട്ടൊക്കെ ചോദിച്ച് നടന്നിരിക്കുന്നത്. അവർക്ക് വോട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് ഇതൊന്നും അതിലൊരു പ്രശ്നമൊന്നുമല്ല. ഇതൊന്നല്ല അവരുടെ അജണ്ട. പിന്നെ ഏത് കാര്യത്തിനും സർക്കാരിനെയും അതേപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട ആളുകളെയും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ CPM എന്താ ചെയ്തത്? CPM ആണോ ബിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്? അതല്ലേ നമ്മൾ കാണേണ്ടത്. അയാൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും, നിയമസഭയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും, ലോകസഭയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ വോട്ടർ പട്ടികയൊക്കെ വ്യത്യസ്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ വോട്ടർ പട്ടികയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വോട്ടർ പട്ടികയൊന്നും തിരിയാത്ത ഒരാളാണ് ബിനു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമാകില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിട്ട് സ്ഥാനാർത്ഥിയായ ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ വോട്ട് ചെയ്തിട്ടില്ല. അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വോട്ടർ പട്ടികയിൽ അയാൾ പേരില്ല. അതിപ്പോൾ അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയ വിവരമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ എഴുതുക, എൻ്റെ നാവെന്ന് പറഞ്ഞിട്ട് കേൾക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ്സിന് എന്താണ് കോൺഗ്രസ്? കാരണം കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. DCC സെക്രട്ടറി ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നു. STUവിൻ്റെ സംസ്ഥാന നേതാവ് ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നു. ഈ ജില്ലയിൽ തന്നെ എല്ലാ സ്ഥലത്തും അടിപിടിയാണ്. ഞങ്ങളിപ്പോൾ ഒരാഴ്ച 4-5 ദിവസമായി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട്. ഒരാഴ്ചയായി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ്സിനിപ്പം 3 പേരെയാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്താണ്, കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു എന്നതും വ്യക്തികളും ആൾക്കൂട്ടങ്ങളുമായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു, ഈ ജില്ലയിൽ പ്രത്യേകിച്ചും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. കോർപ്പറേഷൻ പിടിക്കുകയാണല്ലോ. മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ വോട്ട് പിടിക്കുന്നത്. DC പ്രസിഡന്റ് പറയുന്നത് 2020 വോട്ടർ പട്ടികയിലും ഇപ്പോൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, കോർപ്പറേഷനാണ് അതിന്റെ കസ്റ്റോഡിയൻ, ഈ വെബ്സൈറ്റിൽ പോലും ആ പട്ടിക കാണുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ആ പട്ടികയിൽ ക്രമക്കേട് നിങ്ങൾ ആ പറയുന്നതിൻ്റെ ഔചിത്യം ഒന്ന് മനസ്സിലാക്കണം. ഈ ക്രമക്കേടെന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സ്വകാര്യമല്ല. നിങ്ങളെപ്പോലെ മീഡിയകളൊക്കെ വെച്ച് വളരെ കൃത്യമായി പറയാണ്. ആ വോട്ടർ പട്ടിക എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ കോപ്പി കൊടുക്കും. എന്നിട്ട് പാർട്ടി പ്രവർത്തകർ അത് പരിശോധിക്കും, എന്നിട്ട് വോട്ട് ചേർത്തും. അങ്ങനെ 3 തവണ ഇവിടെ വോട്ട് ചേർത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടത് ആരാണ്? വോട്ട് ഇല്ലെങ്കിൽ വോട്ട് ചേർത്ത്. വോട്ട് വിട്ടുപോകൽ സ്വാഭാവികമാണ്. ഇപ്പോൾ ഞാൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, എനിക്ക് വോട്ട് വിട്ടുപോകാം. പക്ഷേ ഞാനത് പരിശോധിച്ചിട്ട് എനിക്ക് വോട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ബാധ്യതപ്പെട്ടാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ബാധ്യതപ്പെട്ടാണ്. അതിന് വേറെയുള്ള ആളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ പരാതി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? കാരണം വോട്ടർ പട്ടികയിൽ ഈ 4 ദിവസം മുമ്പ്
3 ദിവസം കൂടി അനുവദിച്ചു. 10, 11, 12 തീയതി കൂടി ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും അവസാനമായി ആർക്കെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ അവസരത്തിൽ പോലും നോക്കാതെ വോട്ടർ പട്ടിക നോമിനേഷൻ കൊടുക്കാൻ നേരം മാത്രം എടുത്ത് പരിശോധിച്ചിട്ട് വോട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടു കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കും ഇതിനോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ജനപ്രതിനിധികളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണല്ലോ ജനപ്രതിനിധികളെന്ന് നമ്മൾ പറയുന്നത്. അവരുടെ അവർ ജനങ്ങളുടെ വോട്ട്, എല്ലാവരുടെയും വോട്ട് ചേർത്താൻ പരിചയമില്ലാത്തവനും ഒക്കെ വോട്ട് ചേർത്തിപ്പിക്കേണ്ട ആളാണ്. അപ്പോൾ എൻ്റെ വോട്ട് തന്നെ ചേർത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ നേരമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി എന്നല്ലേ കാണേണ്ടത്. ഈ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ വോട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും, VM അടക്കം വോട്ട് ചേർക്കാൻ പറ്റുമെന്ന് പറയുന്നത്, അതിൽ എന്താണ്? അത് കളക്ടറോട് ചോദിക്കണം. അങ്ങനെ കളക്ടർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വോട്ടില്ലെങ്കിലും കളക്ടർ വോട്ട് തരണമല്ലോ. അപ്പോൾ ഇവിടുത്തെ നിയമത്തിനും കാര്യത്തിനൊക്കെ അതൊന്നും എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. CPM എതിർക്കൽ ഇവിടുത്തെ ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എതിർക്കും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർ പറയുന്നത് ഈ വോട്ട് ജോലിക്ക് സമാനമായിട്ടുള്ള തട്ടിപ്പ് CPM നടത്തിയെന്നാണ് DCC പറയുന്നത്. നിങ്ങൾ പത്രക്കാർ ഇതിൻ്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ പറയാൻ കഴിയണമല്ലോ. എങ്ങനെ അതാവുക? അപ്പം നിങ്ങളെ പേര് വോട്ടർ പട്ടികയിൽ തള്ളാൻ എൻ്റെ പാർട്ടിക്ക് തള്ളാൻ കൊടുക്കാം. അത് സ്വകാര്യമല്ല. തള്ളാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹിയറിങ്ങിന് വിളിക്കും. ആ ഹിയറിങ്ങിന് വിളിക്കുമ്പം ആ തള്ളാൻ പറഞ്ഞ കാരണം ന്യായമാണെങ്കിൽ അത് തള്ളും, അല്ലെങ്കിൽ നിലനിൽക്കും. വോട്ടുണ്ടോ എന്ന് നോക്കാതെ ഇതെല്ലാം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ സമാനമായ രീതിയിൽ ആയിരക്കണക്കിന് വോട്ടുകൾ തള്ളിയ സംഭവം കൊടുവള്ളി നമുക്കറിയാം. ഇത്തരം സംഭവം ഇതൊരു നല്ല പ്രവണതയാണോ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വോട്ട് ഇല്ലാതായി കൊടുവള്ളിയിൽ തള്ളിയതല്ല. കൊടുവള്ളിയിൽ വാർഡുകൾ മാറി ലീഗുകാർ വോട്ട് ചേർത്തിയതാണ്. അത് സംബന്ധിച്ച പ്രശ്നമാണ്. ആ പ്രശ്നം പഠിച്ചിട്ട് പറയാൻ തയ്യാറാണ് നിങ്ങൾ. ലീഗുകാർക്ക് ഭീതി വന്നു. അവിടെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മുൻതൂക്കമുള്ള വാർഡിൽ നിന്ന് 10, 50, 100 വോട്ടുകൾ അടുത്ത വാർഡിലേക്ക് അവർ മാറ്റി ചേർത്തു. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരാതിയായിട്ട് പോയിട്ടുള്ളത്. അവിടുത്തെ ഇഷ്യൂസ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.